നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു അന്ത്യകാലഘട്ടമാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മളെല്ലാവരും യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ അതിനായിട്ടാണ് നമ്മളെ തന്നെ ഒരുക്കേണ്ടത്. ആ ഒരു ഊന്നൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് നമ്മൾ കേട്ടത്. നമ്മൾ ആ കാര്യമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. നമുക്കൊരു പുസ്തകമുണ്ട്, യേശു ജീവിച്ചതുപോലെ. യേശു ജീവിച്ചതുപോലെ എന്ന ആ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരളവിൽ നമ്മളെ കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ള ഈ നിലയിലുള്ള വേർപെട്ട വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ വേർപെട്ട സമൂഹത്തിന് നൽകിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ, യേശു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയും, അങ്ങനെ ജീവിക്കണം എന്നൊരു സന്ദേശവുമായിട്ടാണ് CFC ഏകദേശം 9 വർഷം മുമ്പ് കേരളക്കരയിൽ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം അതിനു മുമ്പ് വന്നിരുന്നു. രക്ഷയെക്കുറിച്ച്, അതുപോലെ തന്നെ വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള സന്ദേശം അത് കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മ സ്നാനം, ആ കാര്യവും വന്നു. എന്നിട്ട് ഒരു വിശുദ്ധ ജീവിതം. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധ ജീവിതത്തിന് ഒരു നിലവാരമായിട്ട് യേശുവിനെ തന്നെ നമ്മൾ കാണണം എന്ന് പറഞ്ഞ് CFC സഭകൾ രൂപപ്പെട്ടപ്പോൾ സത്യത്തിൽ അന്ന് അത് ഇന്നും ഒരളവില് അത് പലർക്കും അങ്ങോട്ട് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതിന് കാരണം, യേശു ജീവിച്ചതുപോലെ ജീവിക്കൂ. യേശു ആരാ? യേശു ദൈവമല്ലേ. അപ്പോൾ ദൈവം ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടേത് ഭയങ്കര ഒരു ദുരുപദേശമാണ് എന്നൊരു ആ നിലയിൽ ഒരു പ്രചരണം ആ കാലഘട്ടത്തിലും തുടർന്നും ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നോക്കുക, നമ്മൾ വളരെ വേഗത്തിൽ ബൈബിളിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ താന് ഒന്ന് ദൈവമായിരുന്നു, അതേസമയം തന്നെ താൻ എന്തായിരുന്നു? മനുഷ്യനുമായിരുന്നു. പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും യേശു ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് എന്തായിരുന്നു? ദൈവമായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ചിലരുടെ പാപങ്ങൾ ക്ഷമിച്ചത്, പല കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്തത്. എന്നാൽ അവിടുന്ന് തൻ്റെ മനുഷ്യത്വത്തിൽ പൂർണ്ണ മനുഷ്യനായിട്ടും താനായിരുന്നു എന്നുള്ള കാര്യം ബൈബിള് വ്യക്തമാക്കുന്നു. ഇതൊരു മർമ്മമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. ഒരേ ആൾ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിലെ ഒരു മിസ്റ്ററിയാണ്, മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിൻ്റെ ഈ വ്യക്തിത്വത്തെക്കുറിച്ച്, അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം തന്നാൽ, നമ്മളിതിൽ യേശു ജീവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഏത് ഘടകത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത്? തീർച്ചയായിട്ടും നമുക്ക് യേശുവിൻ്റെ ദൈവത്വത്തെ പിൻപറ്റാൻ കഴിയില്ല. മറിച്ച് എന്താ? യേശു മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ, പിതാവിൻ്റെ മുമ്പാകെ വളരെ നിഷ്കളങ്കമായ ഒരു ജീവിതം ജീവിച്ചു. അവിടത്തേക്കും എന്തുണ്ടായിരുന്നു? മനുഷ്യത്വത്തിൽ ചില പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ദൈവഹിതത്തിനെതിരായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പോരാട്ടങ്ങൾ ആർക്കും ഉണ്ടായിരുന്നു? യേശുവിനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഗത്സമന തോട്ടത്തിൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ആ രംഗത്തിൻ്റെ വിശദ വിവരങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? അവിടുത്തെ പ്രശ്നം ദൈവേഷ്ടത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട്, അതിന് വിരുദ്ധമായിട്ട് യേശുവിൽ തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ ആ ദൈവഹിതത്തിനെതിരായ സ്വന്തം ഇഷ്ടത്തെ ആ നിലയിൽ പുലർത്തുകയും അത് ചെയ്യാനായിട്ട് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എന്തായി? പാപമായി.
യേശുവിൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു ഗെത്സമനെ തോട്ടത്തിലെ പ്രശ്നം? പിതാവിൻ്റെ തന്നെ കുറിച്ചുള്ള ഇഷ്ടം താൻ എന്ത് വേണമെന്നാ? താന് ആ നിലയിൽ ഒരു കാൽവറി ക്രൂശിലെ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിക്കുക എന്നുള്ളതാണ്. അതിനെ യേശു ഇങ്ങനെ പറഞ്ഞു, അവൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പാനപാത്രമാണത്. പാനപാത്രം. തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്ക് ആളുകളുടെ മുമ്പാകെ ആ നിലയിൽ പരിഹസിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് മരിക്കാൻ തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്ക് താല്പര്യമില്ല. ഈ പാനപാത്രം അതുകൊണ്ട് നീങ്ങിപ്പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നായിരുന്നു തൻ്റെ ആഗ്രഹം. എന്നാൽ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി, അതുപോലെ തന്നെ തനിക്ക് ബോധ്യമുണ്ടായിരുന്നു, അതല്ല ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് എന്താ? ഈ പാപികളായ മനുഷ്യരുടെ പാപപരിഹാരത്തിനായിട്ട് ഞാൻ ഈ പാനപാത്രം അതിൻ്റെ മട്ടോളം ഊറ്റിക്കൊടിക്കണം എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് സ്വന്തം ഇഷ്ടം സ്ഥാപിച്ചാൽ അതെന്തായി തീർന്നു? അത് പാപമായി തീർന്നു. യേശു പാപം ചെയ്തില്ല. യേശു എന്ത് പറഞ്ഞു? പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിപ്പോവുകയില്ല എന്നാണെങ്കിൽ, അതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ, എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടത്തിന് മുമ്പാകെ തൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിന് ഒരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ ദൈവഹിതത്തിനെതിരായിട്ട് ആ സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിച്ച് അതിനെ സ്ഥാപിച്ചിരുന്നെങ്കിൽ അത് തെറ്റായി പോകുമായിരുന്നു. യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. എന്തിനാണ് ഈ ഗെത്സമനെ തോട്ടത്തിലെ യേശുവിൻ്റെ ഈ നിലയിലുള്ള ആ നിലയിലെ രക്തം വിയർക്കത്തക്കവണ്ണമുള്ള യേശുവിൻ്റെ മാനസികമായ ഈ പോരാട്ടം ഇത്രയും വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് തുല്യമായിട്ട് ഒരു ജഡത്തിലാണ് വന്നത്. നമുക്ക് തുല്യമായ ഒരു ജഡത്തിലാണ് വന്നത്. എന്നാൽ താൻ ഒരിക്കലും നമുക്ക് തുല്യമായ ഒരു ജഡത്തിൽ, സ്വന്തം ഇഷ്ടമുള്ള ഒരു ജഡത്തിൽ വന്നെങ്കിലും താൻ പാപം ചെയ്തില്ല. നമുക്കറിയാം, എബ്രായരിലെ ആ വാക്യം നമുക്കറിയാം. അവന് നമ്മുടേതുപോലെ സമാനമായ ഒരു ജഡത്തിലാണ് വന്നത്. ആ ജഡത്തിൽ മനുഷ്യത്വത്തിൻ്റെതായ സ്വന്തം ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വന്തം ഇഷ്ടം ഒരിക്കൽ പോലും ചെയ്ത് പാപം ചെയ്യാതെ യേശു എന്ത് ചെയ്തു? താന് വിശുദ്ധനായി ദൈവത്തിൻ്റെ ആ നിലയിൽ പാപമില്ലാത്ത കുഞ്ഞാട് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടത്തക്കവണ്ണം കർത്താവ് തൻ്റെ മനുഷ്യത്വത്തെ ആ നിലയിൽ കൈകാര്യം ചെയ്താണ് ജീവിച്ചത്. അങ്ങനെ പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം യേശു ജീവിച്ചു. യേശുവിൻ്റെ വാക്കുകൊണ്ടാകട്ടെ, പ്രവർത്തനങ്ങൾ കൊണ്ടാകട്ടെ, മനോഭാവം കൊണ്ടാകട്ടെ, ഒന്നും പാപത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടാകാതെ യേശു ജീവിച്ചു. നമുക്കും ഇന്ന് ആ നിലയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ, നമുക്ക് പാപത്തിൻ്റെതായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് യേശുവിനെ നമ്മുടെ നിലവാരമായിട്ട് വെച്ച് നമുക്ക് യേശു ജീവിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ പാപം ചെയ്യാതെ ജീവിക്കാൻ, യേശുവിനെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ഈ കാര്യങ്ങളാണ് നമ്മളെ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ടായിട്ട് കേരളക്കരയിൽ പറയുന്നത്. ഇത് ദൈവവചനത്തിന് വിരുദ്ധമോ തെറ്റോ ആയ ഒരു കാര്യമല്ല. ഞാനിവിടെ ഒരു പാട്ട് പാടാം എന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പഴയ പാട്ട് മിഷണറിമാർ കേരളക്കരയിൽ വന്നിട്ട് ആദ്യമായിട്ട് അവർ മലയാളത്തിൽ എഴുതിയ ഒരു പാട്ട് ഞാൻ നമ്മുടെ 238 പാട്ട്. ആ പാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. എന്ന് പറഞ്ഞാൽ എന്താ? യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണമെന്ന്. അപ്പം നോക്കുക, ഇവിടെ കേരളക്കരയിൽ ഈ സുവിശേഷ സത്യങ്ങളുമായി വന്ന മിഷണറിമാര്
ആദ്യം മലയാളത്തിൽ എഴുതിയ പാട്ടുകളിൽ ഒന്നാണത്. എന്നിട്ട് യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തെ പോലെ തന്നെ എൻ്റെ സ്നേഹമാകണം. യേശുവിൻ്റെ ക്ഷമ, അതുപോലെ ക്ഷമിപ്പാനുള്ള ശക്തി എനിക്ക് നൽകണം. ദാസനെ പോലെ അവിടുന്ന് സേവനം ചെയ്തു, അതുപോലെ ജീവിപ്പാൻ എനിക്ക് ശക്തി നൽകണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ജീവിതത്തിലെ പല ഘടകങ്ങൾ എടുത്തു പറഞ്ഞ് യേശുവിനെ പോലെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ ആരും യേശുവിനെ പോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ദൈവവചനത്തിനെതിരായ ഒരു കാര്യം പറയുന്നില്ല. ഇന്ന് 50 വർഷങ്ങളോളം ആയപ്പോൾ ഇന്ന് കേരളക്കരയിലെ സുവിശേഷ വിഹിത സഭകൾ ഏറെക്കുറെ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പല പ്രസംഗങ്ങളിലും യേശുവിനെ മാതൃകയാക്കി ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ഇത് പറഞ്ഞപ്പോൾ എന്തോ വലിയ ദുരുപദേശം പറയുന്നു എന്നൊക്കെയാണ് ആളുകൾ ഇതിന് മുദ്ര കുത്തിയത്. അതേപോലും എവിടെയാ നമ്മൾ പറയുന്ന കാര്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കാതെയാണ് പലരും ഈ നിലയിൽ തെറ്റിദ്ധരിച്ചത്. യേശുവിൻ്റെ ദൈവത്വത്തെ അനുകരിക്കാമെന്നോ പാപം ചെയ്യാതെ ഒരു സിൻലെസ് പെർഫെക്ഷനിൽ, പാപരഹിതമായ ഒരു പൂർണ്ണതയിൽ എത്തിപ്പെടാമെന്നോ അങ്ങനെയൊന്നുമല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ ആകപ്പാടെ പറഞ്ഞത് ഇതേ ഉള്ളൂ: നമ്മളെ യേശു കാൽവറി ക്രൂശിൽ വന്ന് നമ്മളെ രക്ഷിച്ചു. രക്ഷിക്കാൻ എന്തായിരുന്നു? രക്ഷിക്കപ്പെടാൻ ഒരാൾക്ക് വേണ്ടത് എന്താ? യേശു കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കുക. നമ്മളെ കേവലം രക്ഷിക്കാൻ മാത്രമേ സ്വർഗത്തിന് പ്ലാൻ ഉണ്ടായിരുന്നുള്ളെങ്കിൽ യേശു എന്തിനാണ് വന്ന് കാൽവറി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് 33 വർഷം ഈ ഭൂമിയിൽ ഒരു സാധാരണ ജീവിതം ജീവിച്ചത്? തീർച്ചയായിട്ടും കാൽവറി ക്രൂശില് തൻ്റെ ആ നിലയിലുള്ള ആ രക്തം ചൊരിഞ്ഞ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നത് മാത്രമായിരുന്നില്ല യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉദ്ദേശ്യം. മറിച്ച് എന്തായിരുന്നു? കാൽവറി ക്രൂശിൽ അത് വേണം, എന്നാലേ ആ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിച്ച യേശുവിൽ വിശ്വസിച്ച് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. എന്നാൽ നേരെ വന്ന് 30-ാമത്തെ വയസ്സിൽ വല്ലതും വന്ന് 33-ാമത്തെ വയസ്സിൽ വല്ലതും വന്ന് കാൽവറി ക്രൂശിൽ മരിച്ചിട്ട് അങ്ങ് പോയി രക്ഷ സ്ഥാപിച്ച് പോയാൽ മതിയായിരുന്നല്ലോ. എന്നാൽ എന്തിനാ യേശു 10-30 വർഷം അല്ലെങ്കിൽ ഈ നസറത്ത് പോലെ ഒരു സ്ഥലത്ത് ഒരു സാധാരണ ജോലി ചെയ്ത് ഒരു അപ്പനും അമ്മയും അതുപോലെ സഹോദരങ്ങളും തന്നെ തെറ്റിദ്ധരിക്കുന്ന സമൂഹവും തനിക്കെതിരെ പല ഗൂഢാലോചനകൾ നടത്തുന്ന ആൾക്കാരുടെയും ഒക്കെ മധ്യത്തിൽ യേശു ജീവിച്ച് കാണിച്ചത് എന്തിനാ? പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യത്വത്തിൻ്റെതായ ഒട്ടേറെ വെല്ലുവിളികൾ നമ്മൾ നേരിടും. പക്ഷെ ആ വെല്ലുവിളികളുടെ മുമ്പാകെ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാനൊക്കും. യേശുവിനെ നോക്കുക. യേശു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും താൻ 33 വർഷം ഒരു പാപത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ ജീവിച്ചു. നമുക്കും അങ്ങനെ ജീവിക്കാം എന്നൊരു മാതൃക നമ്മുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയാണ് യേശു വന്ന ആദ്യത്തെ മനുഷ്യത്വത്തിലുള്ള ആ നസ്രത്തിലെ ജീവിതം താന് ചെയ്തത്. ഒടുവിലത്തെ 3.5 വർഷം താനെ പരസ്യ ശുശ്രൂഷ ചെയ്തു. ഓക്കെ, എങ്കിലും ആദ്യത്തെ 30 വർഷം ഒരു സാധാരണ സെക്കുലറായ ഒരു ജോലി ചെയ്ത് യേശു ജീവിച്ചു. പക്ഷേ അതിലൊരു പാപവും തനിക്ക് വന്നില്ല. വന്നില്ല. കാരണം ഈ 30 വർഷത്തിന് ശേഷം യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്ത് നിന്നുണ്ടായ ശബ്ദം നമുക്കറിയാം: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ യേശു നസറത്തിൽ പിന്നിട്ട 30 വർഷത്തെ സ്വർഗം തിരിഞ്ഞു നോക്കി സ്വർഗം ഒരു സർട്ടിഫിക്കറ്റ് നൽകുക. എന്താ? എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിന് ആരിലെ പ്രസാദിക്കാൻ ഒക്കെയുള്ളൂ? പാപമില്ലാത്ത ഒരുവനിലെ പ്രസാദിക്കാൻ ഒക്കെയുള്ളൂ. അപ്പോ സ്വർഗത്ത് നിന്ന് ആ സ്നാനത്തിന്റെ സമയത്തുണ്ടായ ആ പ്രഖ്യാപനത്തെ നമുക്ക് എന്തായിട്ട് എടുക്കാം? യേശുവിൻ്റെ പിന്നിട്ട 30 വർഷത്തെ ജീവിതത്തിന് സ്വർഗം നൽകിയ സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള 3.5 വർഷത്തെ ജീവിതം നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ തന്നെ ഉപദ്രവിച്ചവരും
തനിക്കെതിരെ പല ഗൂഢാലോചനകളും നടത്തിയവരും ഒക്കെയായ ആളുകളോട് വളരെ നല്ല ഒരു സമീപനമാണ് യേശു സ്വീകരിച്ചത്. അല്ലാതെ അവരെ ആരെയും ആ നിലയിൽ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ അവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശു കാൽവറി ക്രൂശിൽ മരിച്ചു. അപ്പോൾ ഒടുവിലത്തെ 3.5 വർഷം നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് വായിക്കാം. പക്ഷേ യേശുവിൻ്റെ ഹിഡൻ ലൈഫ് എന്നുള്ള നിലയിലുള്ള ആദ്യത്തെ 30 വർഷത്തിൽ എന്തൊക്കെയാണ് നടന്നത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ആ 30-ാം വർഷത്തിൽ 30-ാം വയസ്സിൽ യേശു പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് സ്വർഗം നൽകിയ സർട്ടിഫിക്കറ്റ് എന്താ? ഈ 30 വർഷം എൻ്റെ പ്രിയപുത്രൻ, അവനിൽ ഒരു പാപവും ഉണ്ടായിരുന്നില്ല. അവന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോഭാവം കൊണ്ടോ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം പറയുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിനൊരു മാതൃകയാകാൻ വേണ്ടിയാണ് വന്ന് ഈ നീണ്ട വർഷങ്ങൾ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ജീവിച്ച് കാണിച്ചു തന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമുക്ക് ആളുകളോട് അസൂയയില്ലാതെ, ആളുകളോട് പകരം വീട്ടലില്ലാതെ, ആളുകളോട് പകയില്ലാതെ, കയ്പില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്, അതിനൊരു മാതൃകയാകാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് ജീവിച്ചത് എന്ന കാര്യവും കൂടെ നമ്മൾ എടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയുകയില്ല. ഇന്ന് പലയിടത്തും വിശ്വാസ സമൂഹത്തിൽ പലരും എന്താ പറയുന്നത്? പലരും പറയുന്നത് രക്ഷിക്കപ്പെടണം. അത് തീർച്ചയായിട്ടും വേണം. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് മരിച്ചത് എന്ന് വിശ്വസിച്ച് അത് ഏറ്റെടുക്കുക. ഓക്കെ, അത് ചെയ്തു. എന്നിട്ട് സാഗ്ബേർ പറഞ്ഞ പോലെ അദ്ദേഹം ഓർത്തഡോക്സിലായിരുന്നപ്പോൾ ശിശുസ്നാനം നടത്തി എന്ന് പറഞ്ഞ പോലെ നമ്മളും പലരും ഒക്കെ ഈ നിലയിലുള്ള ആ വ്യവസ്ഥാപിതമായ സംഘടന പോലുള്ള ക്രിസ്തീയ സഭകളിലൊക്കെ ആയിരുന്നപ്പോൾ ശിശുസ്നാനമൊക്കെ എടുത്തവരാണ്. എങ്കിലും നമ്മൾ എന്തിനാണ് ഒടുവിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചത്? വിശ്വാസ സ്നാനമാണ് ദൈവവചനത്തില് അതാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളത് സ്വീകരിച്ചു. ഓക്കെ, അതും കഴിഞ്ഞു. ഈ രംഗങ്ങളിലൊക്കെ നിന്നു പോകുന്ന പല സഭകളുണ്ട്. ചില സഭകൾ രക്ഷയെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. മറ്റു ചില സഭകൾ അവിടുന്ന് ഒരു പടിയൂടെ കടന്ന് വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പറയും. പക്ഷെ അവരവിടെ നിൽക്കും. എന്നാൽ വേറെ ചില സഭകളോ രക്ഷ, വിശ്വാസ സ്നാനം, അത് കഴിഞ്ഞ് എന്ത് പറയും? പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, അതിനെക്കുറിച്ചും പറയും. അതും ദൈവവചനത്തിലുള്ള കാര്യമാണ്. പക്ഷേ മിക്ക സഭകളും അവിടെ കൊണ്ടങ്ങ് ഫ്രീസ് ചെയ്ത് നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രക്ഷയെക്കുറിച്ച് പറയുന്നു, വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞുള്ള ജീവിതവും എങ്ങനെയായിരിക്കണം? യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ യേശുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി തന്നിരിക്കുന്നു. ഈ കാര്യം നമ്മൾ എടുത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ യേശു ജീവിച്ചതുപോലെ വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കണം എന്നുള്ള കാര്യം ഊന്നൽ നൽകി ഇത്രയും നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ലോകം, വിശ്വാസ ലോകമൊക്കെ ഒരു അന്ത്യ കാലഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോൾ ഇതിന് എത്ര കൂടുതൽ പ്രസക്തിയുണ്ട്? തീർച്ചയായിട്ടും കൂടുതലായ പ്രസക്തിയുണ്ട്. അന്ത്യകാലഘട്ടം, കർത്താവിൻ്റെ വരവേറ്റവും സമീപമായി. ഈ ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുക. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് രക്ഷിക്കപ്പെട്ടതാണ്, ഇത്രാം തീയതി സ്നാനപ്പെട്ടതാ, ഇത്രാം തീയതി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുമോ? കർത്താവ് ചോദിക്കുക, അത് കഴിഞ്ഞോ മോനെ, അത് കഴിഞ്ഞോ മോളെ, നീ എന്താ? നീ പിന്നെ ഒരു സഭയെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പകയും പിണക്കും കയ്പും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ അങ്ങനെ ഒരു ജീവിതമായിരുന്നില്ലല്ലോ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്. ഒരു വിശുദ്ധ ജീവിതം ഈ മാനുഷികമായ പ്രകൃതത്തിലാണെങ്കിലും ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വന്ന് ഭൂമിയിൽ ജീവിച്ച് കാണിച്ചില്ലേ?
അതിൽ നിന്ന് നീ ഒരു പാഠം എടുക്കാഞ്ഞത് എന്താണ് എന്ന് കർത്താവ് അന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ വാക്ക്, വിചാരം, പ്രവൃത്തി, ചിന്തകൾ, മനോഭാവങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ മാതൃക ഏതാണ്? നിലവാരം ഏതാണ്? യേശുവാണ് നിലവാരം. നമ്മുടെ സഭയിലെ മൂപ്പനല്ല നമ്മുടെ നിലവാരം. ഒരു മനുഷ്യനെ നിലവാരമായിട്ട് വെച്ചാൽ അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അതല്ല നിലവാരം. അല്ലെങ്കിൽ പൗലോസ് അല്ല നമ്മുടെ നിലവാരം, പത്രോസ് അല്ല നിലവാരം. മറിച്ച് നിലവാരം ആരാണ്? വിശുദ്ധ ജീവിതത്തിനുള്ള നിലവാരം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ കർത്താവ് തന്നെ ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എന്നെ പിന്തുടരുക, ഫോളോ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതത്തെ പിന്തുടരാൻ നിലയിൽ നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ യേശു പറയുന്നത് ഫോളോ മീ. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെ ആകുന്നത് ദാസന് മതി. ആരാണ് ഇവിടെ ഗുരു? ആരാണ് യജമാനൻ? യേശുവാണ് ഗുരു, യേശുവാണ് യജമാനൻ. ആരാണ് ശിഷ്യൻ? ആരാണ് ദാസൻ? നമ്മളാണ്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകാനായിട്ട് ഇറങ്ങിത്തിരിച്ച നമ്മളാണ് എന്ത്? ശിഷ്യൻ അല്ലെങ്കിൽ ദാസൻ. നമ്മളെ സംബന്ധിച്ച് എന്ത് മതി? ഗുരുവിനെ പോലെ ആകുക, ഗുരുവിനെ പോലെ ആകുക, അത് മതി എന്ന് യേശു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ഒരു നിലവാരം അതാണ്. ഗുരുവിനെ പോലെ ആവുക, യജമാനനെ പോലെ ആവുക. കർത്താവ് തന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, സ്വർഗീയ പിതാവിനെ പോലെ നിങ്ങളും എന്തായിരിക്കണം? സൽഗുണപൂർണരാകണം. ഒരു നിലവാരം നമ്മുടെ മുമ്പിൽ വെക്കുക. ഈ നിലവാരം കർത്താവ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാര്, 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാര് ഈ നിലവാരം വെച്ചിട്ടുണ്ട്. പൗലോസിന്റെ എത്രയെത്ര ലേഖനങ്ങളിൽ എത്രയെത്ര പ്രാവശ്യം താൻ ഈ കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. സമയചുരുക്കം മൂലം ഞാൻ ഈ ഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കുന്നില്ല. നിങ്ങൾ താല്പര്യമുള്ളവർ ആ ഭാഗങ്ങൾ നോക്കുക. 2 കൊരിന്ത്യർ 3:18 പൗലോസ് എന്താ പറയുന്നത്? നമ്മൾ വെറുതെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, സഭയെ ഞായറാഴ്ച കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല, മറിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഏത് പ്രതിമ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപമായി നമ്മൾ ജീവിക്കണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് പാപങ്ങൾ, ആ നിലയിൽ പ്രവൃത്തിയിലുള്ള പാപങ്ങളിൽ നിന്നും നമ്മൾ മാറിയിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ മനോഭാവത്തിൽ, ചിന്തകളിൽ ഒക്കെ ഇപ്പോഴും പകയും കയ്പും അസൂയയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് വേണം? ഓരോ നാളും പിന്നിടുന്തോറും അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടണം. പൗലോസ് നമ്മളോട് പറയുക. ഇതൊക്കെ ബൈബിളിലുള്ള വാക്യങ്ങളല്ലേ? ഇത് വേറെ വല്ലവർക്കും വേണ്ടിയുള്ള വാക്യങ്ങളാണോ? പോട്ടെ, പൗലോസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യമുണ്ടല്ലോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യം, CFC-ക്കാരുടെ പ്രിയപ്പെട്ട വാക്യം എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ള വാക്യം റോമർ 8:29. എന്താ? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ എന്തിനാ ദൈവം വീണ്ടെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടതും ദത്തെടുത്തതും മുൻ നിയമിച്ചതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രൻ്റെ അതേ സ്വഭാവത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, പൗലോസ് പറഞ്ഞിരിക്കുന്നു നമ്മൾ അതേപോലെ ജീവിക്കണമെന്ന്. യേശു ഒരു ജീവിതം ജീവിച്ച് കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 2:21 വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണ്. അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ കർത്താവ് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്.
ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, മാതൃക എന്ന് പുതിയ നിയമത്തിൽ പറയുന്ന ഏക സ്ഥാനം ഇവിടെയാണ് പോലും. 1 പത്രോസ് 2:21. അത് ഗ്രീക്കില് ഹൈപ്പോഗാമോസ് എന്നൊരു വാക്കാണ് അത്ര ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഗ്രീക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എവിടെയോ കേട്ടതാണ്. അതായത് ഹൈപ്പോഗാമോസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം കുട്ടികളുടെ സ്കൂളിലെ കോപ്പി ബുക്കുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്ന് വെച്ചാൽ കോപ്പി എഴുതുന്ന കുഞ്ഞുങ്ങളില്ലേ, അവര് എന്ന് എഴുതണമെങ്കിൽ എന്ത് വേണം? കോപ്പി ബുക്കിൽ ആദ്യം ഡോട്ട് ഇട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങള് 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോപ്പി എഴുതുമ്പോൾ എന്തോ ചെയ്യും? ആ ഡോട്ടിന്റെ മേളിൽ കൂടെ പെൻസിൽ കൊണ്ടുപോയി എ എന്ന് എഴുതി പൂർത്തിയാക്കും, ബി അങ്ങനെ പൂർത്തിയാക്കും. അപ്പോ ഇവിടെ ഇതാ ഡോട്ട് ഇട്ട് നമുക്കൊരു മാതൃക വെച്ചിരിക്കുന്നു. അത് ആരുടെ മാതൃകയാണ്? യേശുവിൻ്റെ മാതൃകയാണ്. അവന്റെ കാഴ്ചയോട് പിന്തുടരേണ്ടതിന് നമുക്കൊരു മാതൃക തന്നിരിക്കുന്നു. അപ്പൊ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന് തന്നെയാണ് ഈ പത്രോസ് പറയുന്നത്. 1 പത്രോസ് 1:15 വാക്യവും നോക്കുക. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ചില വാക്കുകളൊക്കെ വലിയ വിഷമം പിടിച്ച വാക്കുകളാണ്. അവിടെ തന്നെ ഏറ്റവും വിഷമം പിടിച്ച വാക്ക് ഏതാ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്നുള്ളതിൻ്റെ അകത്ത് ഏറ്റവും കുഴപ്പം പിടിച്ച വാക്ക്, അല്ലെങ്കിൽ നമുക്ക് വിഷമമായിട്ട് തോന്നുന്ന വാക്ക് ഏതാ? എല്ലാ നടപ്പിലും. അയ്യോടാ, രാവിലെ ഭാര്യ കൊണ്ടുവരുന്ന ചായക്ക് ചൂടില്ലെന്നും പറഞ്ഞ് അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന രംഗം ഒഴിച്ച് ബാക്കി സമയത്തെല്ലാം നല്ല നടപ്പാ. അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ഭാര്യയോട് സംസാരിക്കുമ്പോഴും നല്ല നടപ്പായിരിക്കണം, ഓഫീസിൽ ചെല്ലുമ്പോഴും നല്ല നടപ്പായിരിക്കണം, നിങ്ങളോട് ഓട്ടോറിക്ഷക്കാരൻ മോശമായിട്ട് പെരുമാറുമ്പോഴും എന്തോ ആയിരിക്കണം? എല്ലാ നടപ്പിലും. അയ്യോ, അതല്ലേ പ്രയാസമുള്ള വാക്ക്. പക്ഷെ അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഇതിന് മാതൃക ആരാ? മാതൃക നിങ്ങളെ വിളിച്ച വിശുദ്ധൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞത് കർത്താവ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, യോഹന്നാന്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ, 1 യോഹന്നാൻ 2:6 വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ നടന്നതുപോലൊക്കെ നടന്നാൽ കൊള്ളാം എന്നോ മറ്റോ ആണോ? ഇനി ഹീബ്രുവിൽ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഹീബ്രുവിലോ അല്ലെങ്കിൽ ഗ്രീക്കിലോ ഒന്നും അങ്ങനെ പറയുന്നില്ല. ന്യൂ ടെസ്റ്റമെന്റ് ഗ്രീക്കിലാണ് എഴുതിയത്. അതുകൊണ്ട് ഗ്രീക്ക് പഠിച്ച് നമ്മൾ എവിടെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ എന്ന് നോക്കിയാൽ അവിടെയും രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ. അവനിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ ആരാ? നമ്മളാണ്. ഞങ്ങളോ? CFCക്കാരോ? ഞങ്ങൾ മറ്റു ആളുകളെ പോലൊന്നുമല്ല. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ അതേ കാൽച്ചുവട് പിന്തുടരാൻ ആളുകളാണ് എന്നൊക്കെയാണ് നമ്മൾ ഭാവിക്കുന്നത്. പക്ഷേ അവൻ നടന്നതുപോലെ നടക്കണം. അവൻ എങ്ങനെയാ നടന്നത്? യേശു ജീവിച്ച ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് സ്വർഗം ഒരു സർട്ടിഫിക്കറ്റ് നൽകി. പിന്നത്തെ 3.5 വർഷത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. അവിടെയെങ്ങും പാപത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ യേശു ജീവിച്ചു. നമ്മളും അങ്ങനെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നോക്കുക, കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ പറയുന്നു. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, ആ ഗുരുവിനെ പോലെ ആകണം എന്ന് പറയുന്നു. പൗലോസ് പറയുന്നു, അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം എന്ന് പൗലോസ് പറയുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം എന്ന് പൗലോസ് പറയുന്നു. പത്രോസ് പറയുന്നു, അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവിടുന്ന് വെച്ചേച്ചു പോയ കാൽച്ചുവടുകള് നമ്മുടെ മുമ്പിലെ കോപ്പി പുസ്തകത്തിലെ ഡോട്ടിട്ട എ പോലാണ്. അതിൻ്റെ മേളിൽ നമ്മൾ എന്ത് വേണം? പെൻസിൽ കൊണ്ട് എന്ന് തന്നെ എഴുതണം. ആ ഡോട്ടിൽ നിന്ന് മാറിപ്പോകാൻ ഒക്കുകയില്ല. അല്ലെങ്കിൽ പത്രോസ് പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം
എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അല്ലെങ്കിൽ യോഹന്നാൻ പറയുന്നു, ഇതാ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഞാൻ ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമാണ് എടുത്തു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ധാരാളം വാക്യങ്ങൾ കാണാം. ഈ വാക്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എന്താ? പറയുന്നത് യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. യേശു കേവലം ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ മരിക്കുക മാത്രമല്ല ചെയ്തത്. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് നമുക്ക് മാതൃകയായിട്ടൊരു ജീവിതം ജീവിച്ചു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, ആ നിലവാരത്തിനൊപ്പം നമ്മൾ വരണം എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുമ്പോൾ അതിനെ ഗൗരവമായിട്ട് എടുക്കാനാണ് ദൈവവചനം നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ ഇത് നമ്മളെ പല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒന്നെന്ന് പറയുന്നത് എന്താ? ഒന്നെന്ന് പറയുന്നത് ഒരു നുറുക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏറ്റവും മനോഹരമായ ജീവിതം, ഈ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നൊക്കെ കേട്ട്, ഇത്രയും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് ഇനി മുതൽ ഞാൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ആദ്യത്തെ ദിവസം ഒന്ന് ജീവിച്ചു നോക്കുമ്പോൾ നമ്മൾ പ്രവർത്തനത്തിൽ നമ്മൾ ഒത്തിരി മിതത്വം പാലിച്ചിരിക്കാം, സംസാരത്തിൽ ഒത്തിരി പാലിച്ചിരിക്കാം. എങ്കിലും രാത്രിയിൽ ദൈവസന്നിധി ചെന്ന് ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും, മോനെ നീ ഒന്നും മിണ്ടിയില്ല, ആ സമയത്തൊന്നും മിണ്ടിയില്ല, പക്ഷെ നിന്റെ മനസ്സിലൂടെ കടന്നുപോയ കയ്പും ആ ക്രോധവും ഒക്കെ യേശുവിനുണ്ടായിരുന്നു. അയ്യോ കർത്താവേ, ഞാൻ അവിടെ തോറ്റുപോയി. നമ്മള് ജീവിച്ചിട്ട് ആദ്യ ദിവസം രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പം ദൈവാത്മാവിനോട് നിങ്ങൾക്ക് സ്പർശതയുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയും, മോളെ നീ വർത്തമാനത്തിൽ സൂക്ഷിച്ചു, പ്രവർത്തനത്തിൽ സൂക്ഷിച്ചു, പക്ഷേ മറ്റേ സഹോദരി വന്ന് അങ്ങനെ പറഞ്ഞപ്പോ, അവളുടെ പുതിയ കാറയിൽ അവൾ വന്നപ്പം നിനക്കൊരു ഉള്ളിന്ന് വന്നത് ഒരു അസൂയ എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ? അയ്യോ കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ദൈവവചനത്തിലെ ഈ പറഞ്ഞതുപോലെ യേശുവിനെ നമ്മൾ മാതൃകയാക്കിയാൽ നമ്മുടെ പല ദിവസങ്ങളിലെ പല നിലയിലുള്ള മനോഭാവങ്ങളിലും ചിന്തകളിലും ഒക്കെ നമ്മൾ എന്ത് കണ്ടെത്താൻ തുടങ്ങും? കൂടുതൽ തെറ്റുകൾ കണ്ടെത്താൻ തുടങ്ങും. അപ്പം നമ്മുടെ നിലവിളി എന്തായിരിക്കും? കർത്താവേ, എന്നെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നടത്തണേ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി എന്നെ കൊണ്ടുവരണേ കർത്താവേ. ഇവിടെ ഇന്നിന്ന രംഗങ്ങളിൽ എനിക്ക് വീഴ്ച പറ്റി, ദൈവമേ നാളെ ഒരു ദിവസം തന്നാൽ ആ കാര്യങ്ങളിൽ വിജയം നേടാൻ എന്നെ സഹായിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ ജീവിതം ആരംഭിക്കുക. നോക്കുക, ഇത് ഞാൻ പറഞ്ഞു വന്നത്, യേശു ജീവിച്ചതുപോലെ എന്നൊരു നിലവാരമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നമില്ല. നമ്മൾ ജീവിച്ച ആവറേജ് ജീവിതത്തെ നമ്മൾ തന്നെ അഭിനന്ദിച്ച്, ഞാൻ അത്ര മോശമൊന്നുമല്ല, ഞാൻ നല്ലതുപോലെയൊക്കെയാ ജീവിക്കുന്നത് എന്നൊന്ന് സ്വയം അഭിനന്ദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ യേശുവിനെ മാതൃകയാക്കാൻ പറഞ്ഞതോടെ നമ്മൾ എന്തായിത്തീർന്നു? നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളൊരു നുറുക്കത്തിന്റെ അനുഭവം അറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഹോൾ ഹാർട്ടഡ് ആണെങ്കിൽ, പൂർണ്ണ മനസ്കരാണെങ്കിൽ, അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? നമുക്ക് പാപത്തിന്റെ മേൽ ജയം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും, അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, വിജയകരമായ ജീവിതത്തിനായിട്ടുള്ള ഒരു പൂർണ്ണതയ്ക്കായിട്ടുള്ള ഒരു നമ്മുടെ ആ നിലയിലുള്ള ഒരു പ്രയാണത്തെ തന്നെ ദൈവം എന്തായിട്ടെടുക്കും? ഒരു വിജയകരമായ ജീവിതമായിട്ട്, ഒരു പൂർണ്ണ ജീവിതമായിട്ട് എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിലയിൽ ജീവിക്കുന്നത് വിട്ടുകളയുന്ന ആളുകൾക്ക് ഒരിക്കലും കർത്താവ് ആ നിലയിൽ അവരുടെ ജീവിതത്തെ നോക്കി, എൻ്റെ മകൻ മകൾ അവള് ആ നിലയിൽ ജീവിക്കാൻ ശ്രമിച്ചു, അവള് തന്നെ കൊണ്ടാകുന്നത് ചെയ്തു, ആ വിജയത്തിലേക്കുള്ള അവളുടെ നടപ്പിനെ തന്നെ
അവൾക്ക് ലഭിച്ച വിജയമായിട്ട് ഞാൻ എടുക്കുന്നു എന്ന് സർട്ടിഫൈ ചെയ്യാൻ ഇങ്ങനെ ജീവിച്ചവരുടെ ജീവിതത്തെ നോക്കി മാത്രമേ ദൈവത്തിന് കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടു, സന്തോഷം, സ്നാനപ്പെട്ടു, കൊള്ളാം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, കൊള്ളാം കൊള്ളാം, സഭായോഗത്തിനെല്ലാം പോകുന്നുണ്ട്, ഒരു സഭായോഗം മുടക്കുന്നില്ല, മതി മതി. പക്ഷെ അവിടെ കൊണ്ട് മതിയാന്ന് വെക്കല്ലേ, മറിച്ച് അവിടെ കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകണം. എന്താ? യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നൊരു ലക്ഷ്യം വെക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം വെക്കുമ്പോൾ എന്തുണ്ടാകും? നമ്മൾ നിരന്തരം നുറുക്കത്തിൽ ജീവിക്കും. നിരന്തരം നുറുക്കത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ പാപത്തിന്റെ മേലെ വിജയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വിജയകരമായ ഒരു ജീവിതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കും. ആ ജീവിതത്തെ തന്നെ ദൈവം നമ്മുടെ വിജയകരമായ ജീവിതമായിട്ട് സർട്ടിഫൈ ചെയ്യും എന്നെല്ലാം കാണുമ്പോൾ ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ നിലവാരമായിട്ട് വെച്ച് അതിനൊപ്പം വരാനുള്ള നമ്മുടേതായ യത്നമാണ്, അതിനായിട്ടുള്ള ശ്രമമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു ശ്രമം കൊണ്ട് നടക്കുകയില്ല. പക്ഷെ നമ്മൾ ഇതിനായിട്ട് പൂർണ്ണമായിട്ട് ഹൃദയം വെച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് നടത്തിക്കൊള്ളും. അതുകൊണ്ട് ഈ വചനത്തെ ഗൗരവമായിട്ട് എടുക്കുക, ഈ നിലവാരത്തെ ഗൗരവമായിട്ട് എടുക്കുക. നമുക്ക് പാപത്തിന്റെ മേൽ കൂടുതൽ ജയം കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമല്ല, രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ മറ്റൊരാളെയും നമ്മൾ കുറച്ച് കാണുകയില്ല. എന്ന് വെച്ചാൽ ഇന്നിപ്പം പല ക്രിസ്തീയ വിഭാഗങ്ങളിലും സഭകളിൽ നടക്കുന്നത് എന്താ? മറ്റുള്ളവരെ വിധിക്കുക. ആ സഹോദരി ഞാനിങ്ങനെ ആയിരുന്നു, പക്ഷെ അവൾ അങ്ങനല്ല. ആ സഹോദരൻ ഞാനൊക്കെ ഇങ്ങനെയൊക്കെയാ ജീവിച്ചത്, പക്ഷെ പുള്ളി അങ്ങനല്ല. ഇങ്ങനെ ഒരു മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു മനോഭാവം, അത് ദൈവവചനം നമ്മളോട് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട, മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്നും യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നതൊരു നിലവാരമായിട്ട് നമ്മൾ വെച്ചാൽ നമ്മളെ അത് വിമോചിപ്പിക്കും. എങ്ങനെ വിമോചിപ്പിക്കും? നമ്മൾ മറ്റൊരാളെ വിധിക്കുന്നതിന് മുമ്പ് നമ്മുടെ തന്നെ ജീവിതം നോക്കുമ്പോൾ എന്താ? അയ്യോ, എൻ്റെ ജീവിതം യേശുവിൻ്റെ ജീവിതം പോലെ ആയിട്ടില്ല, അതിൻ്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല. അങ്ങനാണെങ്കിൽ ആ മറ്റേ സഹോദരിയെ ഞാൻ എങ്ങനെ വിധിക്കാൻ ഒക്കും? ആ മറ്റേ സഹോദരന് നേരെ എങ്ങനെ എനിക്ക് വിരൽ ചൂണ്ടാൻ ഒക്കും? നമുക്ക് മറ്റൊരാളുടെ നേരെ ചൂണ്ടാൻ വിരലുകളില്ല. ജീവമൊഴിയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ നിലവാരമായിട്ട്, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് വെച്ചാൽ, നമ്മൾ മറ്റൊരാളുടെ കുറവ് ചൂണ്ടിക്കാട്ടാനായിട്ട് നമ്മൾ നീട്ടുന്ന ചൂണ്ടുവിരലില്ലേ, ആ ചൂണ്ടുവിരൽ നീട്ടാൻ നോക്കുമ്പം നമ്മൾ തന്നെ ഒത്തിരി കുറവുള്ള ആളാണ് എന്ന് കാണുമ്പോൾ ഈ നീട്ടാൻ തുടങ്ങിയ ചൂണ്ടുവിരലും മടക്കി അതൊരു മുഷ്ടിയാക്കി സ്വന്തം നെഞ്ചത്ത് ഇടിക്കുക എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതരുത്. ബ്രദർ ചുമ്മാ എന്തോ ഭാവന പറയുന്നു എന്ന് കരുതരുത്. നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം നോക്കുക. അവിടെ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസ് എന്തോ തെറ്റ് ചെയ്തു? പൗലോസ് എങ്ങനെ അരിഷ്ട മനുഷ്യനായത്? എന്തെങ്കിലും പട്ടികയിൽപ്പെട്ട തെറ്റ് ചെയ്തോ? പട്ടികയിൽപ്പെട്ട തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ യേശുവിൻ്റെ നിലവാരം, യേശു ജീവിച്ചതുപോലെ എന്നൊരു ലക്ഷ്യം വെച്ച് താൻ തൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ താൻ കാണുന്നത് എന്താ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊരു നുറുക്കമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിന് നിലവാരമായിട്ട് കർത്താവിൻ്റെ ജീവിതത്തെ വെക്കുമ്പോൾ നിരന്തരം ഒരു നുറുക്കത്തിൻ്റെയും തകർച്ചയുടെയും ജീവിതത്തിലൂടെ നമുക്ക് പോകാൻ കഴിയും. ഇത് പോകുന്നത് പോസിറ്റീവായിട്ടേ നമ്മൾ എടുക്കാവൂ. ഞാനിത് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പലരും ഇങ്ങനൊരു സന്ദേശം കേട്ടിട്ട് നിരന്തരം ഒരു കുറ്റം വിധിയിൽ, തങ്ങളെ കൊണ്ട് തന്നെ ഒന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞ ഒരു കുറ്റം വിധിയിൽ, ഒരു കണ്ടംനേഷനിൽ ജീവിക്കുന്ന കാര്യമല്ല ബൈബിൾ പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പൗലോസ് തന്നെ അടുത്ത 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? എനിക്ക് ഒരു കണ്ടംനേഷനും ഇല്ലെന്നാ പറയുന്നത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ ആ പൗലോസ് തന്നെ അതിനെ ഒരു അനാവശ്യമായ കുറ്റബോധമായിട്ട് താലോലിച്ചു കൊണ്ട് നടക്കുന്നില്ല. നമ്മൾ നമ്മുടെ സഭയിലുള്ള ചെറുപ്പക്കാർ ചിലരോട് സംസാരിക്കുമ്പോൾ
ഈ ഗൗരവമുള്ള വചനമൊക്കെ കേട്ട് കേട്ട് പല ചെറുപ്പക്കാരും നിരന്തരം ഒരു കുറ്റം വിധിയിലാണ് ജീവിക്കുന്നത്. അതിലേക്കല്ല ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കുറ്റങ്ങൾ കാണുമ്പോൾ ആ തെറ്റുകൾക്ക് പരിഹാരം ആര് ചെയ്തിട്ടുണ്ട്? കർത്താവായ യേശു ക്രിസ്തു അതിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. 1 യോഹന്നാൻ 1-9 വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മൾ ആ തെറ്റുകൾ കാണുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് അത് ക്ഷമിക്കും മാത്രമല്ല, നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എബ്രായർ 8 എബ്രായർ 10 ആവർത്തിക്കുന്ന വാക്യമുണ്ട്. എന്താ? ഓരോ തവണ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ട് താൻ അങ്ങനെ പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളത് കർത്താവ് മറന്നും കളയും, അത് റബ്ബ് ചെയ്ത് കളയും. അപ്പൊ അടുത്ത തവണ തെറ്റ് ചെയ്തിട്ട് പിന്നെയും കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, നീ 2 മണിക്കൂർ മുമ്പേ ഒരു കുറ്റം ചെയ്തേച്ച് വന്നത് എന്ന് കർത്താവ് ചോദിക്കുകയില്ല. കാര്യം കർത്താവ് എന്തോ ചെയ്തു? അത് മറന്നു കളഞ്ഞു. ഓക്കെ, ദൈവവചനം എത്ര വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു അനാവശ്യമായ ഒരു കുറ്റം വിധി വേണ്ട. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് അനാവശ്യമായ ഒരു കുറ്റം വിധി വേണ്ട. പക്ഷെ നിരന്തരം നുറുക്കത്തിൽ ജീവിക്കാൻ യേശുവിനെ നിലവാരമായിട്ട് വെക്കുന്നത് നമ്മളെ സഹായിക്കും. 2 എന്ന് പറഞ്ഞത് എന്താ? മറ്റുള്ളവരുടെ നേരെ ചൂണ്ടാൻ നിങ്ങൾക്കൊരു വിരലില്ല. മറ്റെല്ലാവരെയും നിങ്ങൾ വെറുതെ വിടും. മറ്റാരെക്കുറിച്ചും ആ നിലയിൽ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം നിങ്ങൾ കൊണ്ടു നടക്കുകയില്ല. മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഈ നിലയിൽ നടത്തുന്ന ദൈവമാണ് എന്നുള്ള ഒരു നിരന്തര ആരാധന നമുക്കുണ്ടാവും. സമയം കടന്നു പോകുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തില് നമ്മൾ സ്വർഗത്തിന്റെ ഒരു ദർശനം കാണുന്നുണ്ട്. സ്വർഗത്തിന്റെ ഒരു ദർശനം, അവിടെ എന്താ നമ്മൾ കാണുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ പാട്ടാ കാണുന്നത്. ആ പാട്ടിൽ ആവർത്തിക്കുന്നത് എന്താ? നിങ്ങൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുക. അവിടെ അവരുടെ പാട്ടിൽ ആവർത്തിക്കുന്നത്, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ നിനക്ക് പ്രസാദമായി, കുഞ്ഞാടേ നീ യോഗ്യൻ എന്നാണ് അവിടെ ആവർത്തിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം പൂർത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പാട്ടെന്തായിരിക്കും? കുഞ്ഞാടും ഞാനും കൂടെ ഈ ക്രിസ്തീയ ജീവിതം മനോഹരമായിട്ട് പൂർത്തിയാക്കി എന്നായിരിക്കുമോ? എന്നല്ല. നമ്മൾ എത്രയെല്ലാം നുറുക്കത്തിലൂടെ കടന്നു പോയാലും, എത്രയെല്ലാം കർത്താവിൻ്റെ ആ നിലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ ജീവിച്ചാലും, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കിയതും ആരാണ്? കുഞ്ഞാടാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്നൊരു അക്നോളജ്മെന്റ്, അതായിരിക്കും നിത്യതയിലെ നമ്മുടെ നിലപാട്. അല്ലാതെ കുഞ്ഞാട് എന്നെ ശുദ്ധീകരിച്ചു, ഞാനും അത്ര മോശമൊന്നുമല്ല, ഞാനും കൊള്ളാവുന്ന ഒരു വിശുദ്ധ ജീവിതമൊക്കെ ജീവിച്ചു, അങ്ങനെ കുഞ്ഞാടും ഞാനും യോഗ്യൻ, അങ്ങനല്ല. കുഞ്ഞാടെ നീ മാത്രം യോഗ്യൻ. ഇതാണ് നിത്യതയിലെ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവത്തിൽ യേശുവിനെ മാതൃകയാക്കി നമ്മൾ അങ്ങനെ വന്നാൽ ഇവിടെ വെച്ചേ നമ്മൾ ആ നിലയിലുള്ള ഒരു ആരാധകരായി തീരും. നമുക്കൊരു സ്വയപ്രശംസയില്ല. നമ്മൾ പിന്നിടുന്ന വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു സ്വയപ്രശംസയില്ല. ഇന്ന് തെറ്റൊന്നുമില്ലാതെ ജീവിക്കാൻ ഇടയായോ? കുഞ്ഞാടെ, നീ എനിക്ക് കൃപ തന്നു, നീ മാത്രം യോഗ്യൻ എന്നുള്ള ആ നിത്യതയിലെ ആരാധനയുടെ മനോഭാവത്തിൽ നമ്മൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതവും അങ്ങനെ തന്നെ ജീവിക്കും. നോക്കുക, ഇത്ര മനോഹരമായ ഒരു ജീവിതം. ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാ? നിരന്തരം ദൈവം പ്രസാദിക്കുന്ന ഒരു നുറുക്കത്തിലൂടെ, ഒരു തകർച്ചയിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകും. ഒരു സ്വയപ്രശംസയില്ലാതെ, ഒരു ആത്മപ്രശംസയില്ലാതെ, അഹങ്കാരമില്ലാതെ നമ്മുടെ ജീവിതം കടന്നു പോകും. നമ്മളെ ഈ നിലയിൽ നടത്തുന്നത് ദൈവം മാത്രമാണ് എന്നുള്ള ഒരു ആരാധകന്റെ മനോഭാവം നമ്മൾ കൈയാളും. മറ്റൊരാടെ നേരെ ചൂണ്ടാൻ നമുക്കൊരു വിരലുണ്ടായിരിക്കുകയില്ല. മറ്റെല്ലാവരെയും നമ്മൾ വെറുതെ വിടും. അങ്ങനെ നമ്മൾ ജീവിക്കും. അങ്ങനെ ജീവിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ആ ജീവിതം നമുക്ക് എന്തായിരിക്കും? നമുക്ക് കർത്താവ് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ജീവിച്ച കർത്താവിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതിഫലമായിരിക്കും. ഞാൻ ഈയിടെ
മക്കളെ എനിക്ക് ചെവി തരിക എന്ന് പറയുന്ന സാഗ്ബറിന്റെ ഹീറോ മൈസൺസ്, ആ പുസ്തകത്തിന്റെ കുറെ ജോലിയിലായിരുന്നു. അതിൻ്റെ അകത്ത് എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു കാര്യമുണ്ട്. സാഗ്ബർ എന്തോ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, അതായത് മൊറേവിയൻ മിഷണറിമാരെ കുറിച്ച് പറയുന്നുണ്ട്. മൊറേവിയ അതെവിടാ? അത് ഇപ്പോഴത്തെ ചെക്കോസ്ലോവാക്യ ആണെന്നാ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ സുവിശേഷ ആ നിലയിലുള്ള ഒരു സഭയാണ് മൊറേവിയൻ സഭ. മൊറേവിയൻ മിഷണറിമാരാണ് അതിൻ്റെ നേതൃത്വം. സിൻസൻഡോർഫ് എന്ന് പറയുന്ന വലിയ ദൈവദാസനാണ് അതിന് നേതൃത്വം നൽകിയത്. അവരുടെ ഒരു മോട്ടോയെ കുറിച്ച് ബ്രദർ തൻ്റെ പുസ്തകത്തിൽ എവിടെയോ പരാമർശിക്കുന്നുണ്ട്. അത് നമ്മൾ മുമ്പേ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ആ കുഞ്ഞാടിന്റെ മുമ്പാകെയുള്ള അവരുടെ ആരാധനയിൽ നിന്ന് എടുത്ത ഒരു വചനമാണ്. ആ വചനം എന്താണെന്നറിയാമോ? ഓ, ഈ ഞങ്ങൾക്കായിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഒരു പ്രതിഫലമാകട്ടെ ഞങ്ങളുടെ ജീവിതം. എന്താ അവരുടെ മോട്ടോ? എന്താ അവരുടെ ആദർശവാക്യം? എന്താ അവരുടെ മുദ്രാവാക്യം എന്താ? ഓ, ഞങ്ങൾക്ക് വേണ്ടി വന്ന് കഷ്ടത അനുഭവിച്ച കുഞ്ഞാടിന് ഒരു പ്രതിഫലമാകട്ടെ ഞങ്ങളുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കി കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് പറയാൻ കഴിയുമോ, കുഞ്ഞാടേ നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, നിനക്കൊരു പ്രതിഫലമായിരുന്നു എൻ്റെ ഭൂമിയിലെ ജീവിതം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയണമെങ്കിൽ ഈ വചനങ്ങളെയൊക്കെ ഗൗരവമായിട്ടെടുത്ത് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ഉള്ള ആ കാര്യം നമ്മുടെ മുൻഗണനയായി വെച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. കുഞ്ഞാടേ, നിന്നെ സ്നേഹിച്ച് ഞാൻ എന്നെ കൊണ്ടാകുന്നിടത്തോളം ഒരു വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോയി. നീ എനിക്കതിന് കൃപ തന്നു. അതിനുള്ള മുഴുവൻ മഹത്വവും നിനക്ക് തന്നെയാണ്. എനിക്കൊരു പ്രശംസയുമില്ല. ഞാൻ എന്നെ തന്നെ നിരന്തരം നുറുക്കത്തിൽ സൂക്ഷിച്ചു. എൻ്റെ കൂടുള്ള സഹോദരങ്ങളുടെ നേരെ ചൂണ്ടാൻ എനിക്കൊരു വിരലുണ്ടായിരുന്നില്ല. അവരെ കുറ്റം വിധിച്ചില്ല. എന്നാൽ അതേസമയം തന്നെ ഞാനൊരു കണ്ടംനേഷനിലോ കുറ്റബോധത്തിലോ ആ നിലയിൽ എൻ്റെ ജീവിതത്തെ തളച്ചിട്ടില്ല. സന്തോഷത്തോടെ ഒരു ക്രിസ്ത്യാനിയായിട്ട് പുഞ്ചിരിയോടെ ഞാൻ ജീവിച്ചു. ഇതെന്തിനാ ഞാൻ ഇത് ചെയ്തത്? കുഞ്ഞാടേ, നിന്റെ കഷ്ടപ്പാടുകൾക്ക് എന്നെ കൊണ്ട് ഇതല്ലേ പ്രതിഫലം തരാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ജീവിച്ചത്.